സന്തോഷ വാർത്ത. സ്ത്രീ സുരക്ഷാ പദ്ധതി അപേക്ഷാ ഫോറത്തിൻ്റെ ഒരു മാതൃകയാണ് ഞാൻ പറയുന്നത്. ആദ്യം തന്നെ ഗ്രാമപഞ്ചായത്ത്, നഗരസഭ എന്ന് എഴുതിയിട്ടുണ്ടാവും. അതിലേത് ഗ്രാമപഞ്ചായത്താണോ നഗരസഭയാണോ എന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ആ കോപ്പിയിൽ വരുന്നത് അപേക്ഷകയുടെ പേര്, അതുപോലെ വീട്ടുപേര്, പിന്നെ പോസ്റ്റ് ഓഫീസ്, പിൻകോഡ്, വാർഡ് അല്ലെങ്കിൽ ഡിവിഷൻ നമ്പർ, വീടിൻ്റെ നമ്പർ, പിന്നെ മൊബൈൽ നമ്പർ, ആധാർ നമ്പർ, ജനനത്തീയതി, പ്രായം, അതേപോലെ പ്രായം, പിന്നെ റേഷൻ കാർഡ് നമ്പർ. അത് 12ാമത്തേതിൽ റേഷൻ കാർഡ് തരം, അതായത് AAY മഞ്ഞ കാർഡ് അല്ലെങ്കിൽ PHH അതായത് പിങ്ക് കാർഡ്. ഇവർക്ക് 2 കൂട്ടർക്കുമാണ് ഇത് ഉള്ളത്. 13ാമത്തേതിൽ നിലവിൽ ഏതെങ്കിലും സാമൂഹ്യ ക്ഷേമ പദ്ധതിയുടെ ഗുണഭോക്താവാണോ, അല്ലാത്ത ആളുകൾക്കാണ് കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ അതേന്നുണ്ട് അല്ലാന്നുണ്ട്. അതിൽ അല്ലാന്ന് കൊടുക്കണം കേട്ടോ. അതുപോലെ തന്നെ അങ്ങനെ ആണെങ്കിൽ ഗുണഭോക്താവാണെങ്കിൽ വിശദവിവരം, അല്ലാത്തവർക്കാണ് ഇത് കിട്ടുള്ളൂ. അപ്പോൾ അല്ലാന്ന് മാത്രം എഴുതിയാൽ മതി. പിന്നെ കേരളത്തിൽ എത്ര വർഷമായി സ്ഥിര താമസമാണ്, അതിൻ്റെ കാലാവധിയാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ അടുത്തത് നമ്മളെ ബാങ്ക് പാസ്ബുക്കാണ് കൊടുക്കേണ്ടത്. അതിൻ്റെ ഏത് ബാങ്കാണെന്ന്, അതുപോലെ ഏത് ശാഖയിലാണെന്ന്, അതുപോലെ ബാങ്കിൻ്റെ IFSC, പിന്നെ ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്പറാണ് കൊടുക്കേണ്ടത്. അത്രയും കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ പ്രസ്താവന ഉണ്ട്. അതിൽ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ട്: മേൽ പ്രസ്താവിച്ച വിവരങ്ങൾ എല്ലാം എൻ്റെ അറിവിലും ബോധ്യത്തിലും കൃത്യമാണെന്നും 142/2025 ധനതീയതി 10/11/2025 ഉത്തരവ് പ്രകാരം നടപ്പിലാക്കുന്ന സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ എല്ലാ മാനദണ്ഡങ്ങളുടെയും പരിധിയിൽ ഞാൻ ഉൾപ്പെടുന്നുവെന്നും നിലവിൽ സംസ്ഥാനത്ത് നടത്തിവരുന്ന യാതൊരു സാമൂഹ്യക്ഷേമ പദ്ധതികളിൽ ഒന്നിലും ഞാൻ ഗുണഭോക്താവല്ല എന്നും കേരളത്തിൽ സ്ഥിരതാമസക്കാരിയാണെന്നും കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസ്, കേന്ദ്ര സംസ്ഥാന സർക്കാർ ഉടമസ്ഥയിലുള്ള സ്ഥാപനങ്ങൾ, പദ്ധതികൾ, സർവകലാശാലകൾ, മറ്റ് സ്വയം ഭരണ അതായത് ഗ്രാൻഡ് എയ്ഡഡ് സ്ഥാപനങ്ങൾ എന്നിവയിൽ സ്ഥിര കരാർ നിയമനം ലഭിച്ചിട്ടില്ലാത്തതാണെന്നും സത്യപ്രസ്താവന ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഒപ്പിടേണ്ടത്. അതിൻ്റെ അപ്പുറം തന്നെ സ്ഥലം, തീയതി, പിന്നെ ഒപ്പ്, പേര് എന്നിങ്ങനെയാണ് അതിൻ്റെ ഒരു അപേക്ഷാ ഫോറം. ഞാനിതിൻ്റെ അടിയിൽ തന്നെ അതിൻ്റെ ഒരു അപേക്ഷാ ഫോറം മാതൃക കൂടി ചേർക്കാം. അത് അക്ഷയയിൽ ആയിരിക്കും എടുക്കുക എന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് നേരെ നമ്മൾ പഞ്ചായത്ത് സെക്രട്ടറി അല്ലെങ്കിൽ നഗരസഭാ സെക്രട്ടറിക്കാണ് നമ്മളിത് അപേക്ഷ നൽകേണ്ടത്. അപ്പോൾ എല്ലാവരും അതിന് തയ്യാറായി. അത് അപേക്ഷാ ഫോം വന്നിട്ടുണ്ട്, അത് വാങ്ങിയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കട്ടെ. എല്ലാ വീട്ടമ്മമാർക്കും അവരുടെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾക്കൊന്നും കിട്ടാത്ത തരത്തിലുള്ള മൂല്യം എല്ലാവരും അവരെ എന്താ പറയുക, എന്താ ജോലി എന്ന് ചോദിച്ചാൽ ഹൗസ് വൈഫ് എന്ന് പറഞ്ഞ് പുച്ഛിച്ച് തള്ളുകയായിരുന്നു. പക്ഷേ ഇന്ന് മുതൽ അവരും പെൻഷൻ അർഹതയുള്ളതാണ്. അവരുടെ അധ്വാനത്തിൻ്റെ ആ ഒരു ഫലം എന്നുള്ള നിലയ്ക്കാണ് ഗവൺമെൻറ് അത് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ അത് എല്ലാവരും കിട്ടാവുന്ന അർഹതയുള്ളവരിൽ എല്ലാവരിലും എത്തട്ടെ. എല്ലാവരും കൊടുത്തു വാങ്ങാൻ ശ്രമിക്കുക. എല്ലാവർക്കും നമസ്കാരം.